ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആവും എന്ന് തോന്നുന്നു. കാര്യം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഫ്റ്റ് കാറിൽ സ്പോയിലർ ഇൻസ്റ്റലേഷൻ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവും തോന്നുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മുടെ സ്പോയിലർ. ഇത് ഞാൻ അയച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വണ്ടി റീടെസ്റ്റിന് വേണ്ടിയിട്ട് സ്പോയിലർ അയച്ചു വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ റീടെസ്റ്റ് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വണ്ടിയിൽ സ്പോയിലർ ഫിറ്റ് ചെയ്യാൻ നേരത്ത് എനിക്ക് ആകെ ഇങ്ങനെ ഒരു ക്ലാമ്പാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ക്ലാമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു ക്ലാമ്പ് വർക്ക്ഷോപ്പിലെ ചേട്ടൻ ഒരു സ്പെയർ ക്ലാമ്പ് ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. അങ്ങനെ ഈ രണ്ട് ക്ലാമ്പും ഈ ക്ലാമ്പ് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് ക്ലാമ്പും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ധാരാളം വീഡിയോ യൂട്യൂബിലുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് കയറ്റി വെച്ച് ഇങ്ങനെ സ്പോയിലർ പിടിപ്പിച്ചു. ഒരു 2-3 ദിവസം ഞാൻ വണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ഒരു ദിവസം വണ്ടി ഞാൻ ഇങ്ങനെ പുറത്ത് പോയി ഓടിച്ച് നിർത്തിയപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ക്ലാമ്പിൽ നിന്ന് സ്പോയിലർ ഇങ്ങനെ വിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് സ്പോയിലർ വിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ എനിക്ക് ഇതൊരു അപകടകരമായ ഒരു സാഹചര്യമാണെന്ന് തോന്നി. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സ്പോയിലർ പെട്ടെന്ന് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വളരെ ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന്ന് എങ്ങനെ തരണം ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ക്ലാമ്പിൻ്റെ ലെങ്ത്ത് കുറവാണ്. ഈ ക്ലാമ്പിനേക്കാളും ലെങ്ത്ത് നമ്മൾ സ്പെയർ ഉണ്ടാക്കിയ ക്ലാമ്പിന് ലെങ്ത്ത് കുറവാണ്. അതായിരിക്കാം ഇങ്ങനെ സ്പോയിലർ അതിൽ നിന്ന് വിട്ട് തൂങ്ങി നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ നമുക്ക് റിസ്ക്, ഏതൊരു തരത്തിലുമുള്ള റിസ്ക് നമുക്ക് ഒഴിവാക്കണമല്ലോ. അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കാൻ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ അതിനൊരു പരിഹാരം കണ്ടത്, ഞാൻ പുതിയൊരു ക്ലാമ്പ് ഉണ്ടാക്കി. അതായത് വലിയ ലെങ്ത്തുള്ള 2 ക്ലാമ്പ് ഉണ്ടാക്കി. ഈ ക്ലാമ്പ് നമുക്ക് ഈ ഡ്രസ് വർക്കും എൻജിനീയറിങ് വർക്കൊക്കെ ചെയ്യുന്നവിടെ അവരുണ്ടാക്കി തരും. കോണിയൊക്കെ നിർമ്മിക്കുന്നവിടെ അവരുണ്ടാക്കി തരും. വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു 5.5 ഇഞ്ചോളം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഏകദേശം ഒരു 5.5 ഇഞ്ചോളം ഇതിന് പിടുത്തം കിട്ടും. അപ്പോൾ ഒരു സാഹചര്യത്തിലും ഇവിടെ നിന്ന് ഇത് വിട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിടുത്തം വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 5.5 ഇഞ്ചോളം ഇതിലേക്ക് നമുക്ക് 2 സൈഡിലും ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ 5.5 ഇഞ്ചോളം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പിടുത്തം കിട്ടും. അപ്പോൾ ഒരു സാഹചര്യത്തിലും സ്പോയിലർ വണ്ടി വിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും ഉള്ളിലേക്ക് നമുക്ക് പിടുത്തം കിട്ടും. പിന്നെ ഇത് പിടിപ്പിക്കുന്ന രീതികൾ ധാരാളം യൂട്യൂബിലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. വളരെ സിമ്പിളാണ് ഇത് പിടിപ്പിക്കുന്ന രീതി. ഡിക്കിൽ ഇങ്ങനെ വെച്ചിട്ട് സ്പോയിലർ ഡിക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ഇതിൽ സ്പോയിലർ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബോൾട്ട് ചെയ്യുക, 2 ബോൾട്ടും ടൈറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ നമുക്ക് ഒരു അപകടം ഒഴിവാക്കാനുള്ള ഒരു ഇൻഫർമേഷനാണ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്നുദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ
എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.